കാലിഫോർണിയയിലെ കുപ്പർട്ടിനോയിൽ R&D ടെർമിനലിൽ നിന്നും ഗവേഷണം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഐഫോൺ അതേ ക്യാമ്പസിൽ തൊട്ടപ്പുറമുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ നിർമ്മിച്ച് സാന്റാക്രൂസ് പോർട്ടിൽ നിന്നും കപ്പലിൽ കയറ്റി ചെന്നൈയിലെത്തിച്ച് എയർ ഫ്രീറ്റ് വഴി പാലക്കാടുള്ള എനിക്ക് തരുന്നത്ര സിമ്പിളാണോ ആപ്പിളിന്റെ പ്രൊഡക്ഷൻ ചെയിൻ സ്ട്രാറ്റജി? അതങ്ങനെയല്ല വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. ആപ്പിൾ പോലെ ലോകത്തിൽ ഇത്രയും സങ്കീർണമായ പ്രൊഡക്ഷൻ ചെയിനുള്ള മറ്റൊരു കമ്പനിയില്ല. ചിലിയിൽ നിന്നും അർജന്റീനയിൽ നിന്നും എത്തുന്ന റെയർ എർത്ത് മെറ്റലുകൾ മുതൽ ഫോക്സ്കോൺ കമ്പനി ശ്രീപെരുമ്പത്തൂരിൽ നിർമ്മിക്കുന്ന പാക്കിംഗ് ബബിൾ വരെ നീളുന്ന വിപുലമായ നിർമ്മാണ ശൃംഖലയാണത്. കാലിഫോർണിയയിൽ ഡിസൈൻ ചെയ്ത് ലോകമെമ്പാടുമുള്ള മനുഷ്യർ നിർമ്മിക്കുന്ന ഫോൺ എന്നാണ് ആപ്പിൾ ഐഫോണിന്റെ സ്ലോഗൻ തന്നെ. ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു ഐഫോൺ 15ന്റെ നിർമ്മാണ വഴികളിലേക്ക് ലോകസഞ്ചാരം നടത്താം. 32 സ്വതന്ത്ര കമ്പോണന്റുകളാണ് ഒരു ഐഫോൺ 15 ഉള്ളത്. ഇതിനെല്ലാം കൂടി 600ഓളം ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് പാർട്സുകളുണ്ട്. തൽക്കാലം ഇന്ത്യയിലെ പ്ലാന്റുകളിൽ അസംബിൾ ചെയ്യുന്ന ഫോണിന്റെ കഥ മാത്രമാണ് നാം പരിശോധിക്കുന്നത്. ചൈനയും വിയറ്റ്നാമും തായ്വാനും എല്ലാം നമ്മൾ വിടുന്നു. ഇതാണ് ഒരു ആപ്പിൾ ഐഫോൺ 15ന്റെ പ്രൊഡക്ഷൻ ചെയിൻ മാപ്പ്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ആപ്പിളിന്റെ ഇൻഹൗസ് ടീം വികസിപ്പിച്ച അവരുടെ സ്വന്തം പ്രോസസറായ A17 Pro നിർമ്മിക്കുന്നത് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഷിൻജു സയൻസ് പാർക്കിലുള്ള പ്ലാന്റിലാണ്. ഒരു മാസം 12 ലക്ഷം A17 Pro പ്രോസസറുകൾ TSMC ഇന്ത്യയിലേക്ക് അയക്കുന്നു. പ്രത്യേകം ഡിസൈൻ ചെയ്ത ശീതീകരിച്ച എയർ ഫ്രീറ്റിൽ ചെന്നൈയിലാണ് ഇവ വരിക. ഇന്ത്യയിലെ 4 ഐഫോൺ അസംബ്ലി പ്ലാന്റുകളിലേക്ക് ഇവ വീതം വെച്ച് അയക്കുന്നു. ഫോക്സ്കോണിന്റെ ശ്രീപെരുമ്പത്തൂരിലെ ഫാക്ടറി, പെഗാട്രോണിന്റെ തമിഴ്നാട്ടിലെ സിംഗപെരുമാൾ കോവിലുള്ള ഫാക്ടറി, വിസ്ട്രോണിന്റെ ബാംഗ്ലൂരു നരസപുരയിലുള്ള പ്ലാന്റ്, ടാറ്റയുടെ ഹൊസൂരിലുള്ള പ്ലാന്റ് എന്നിവിടങ്ങളിലേക്കാണ് ഈ ചിപ്പുകൾ പോകുന്നത്. തായ്വാനിൽ നിന്ന് ജപ്പാനിലേക്ക് പോകാം. ഇവറാക്കി പെർഫെക്ചറിലെ നാക്കയിലുള്ള റെനസസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പ്ലാന്റിലാണ് ഐഫോണിന്റെ ലോജിക്കൽ ബോർഡിലുള്ള പവർ മാനേജ്മെന്റ് ചിപ്പുകളും സർക്യൂട്ടുകളും നിർമ്മിക്കുന്നത്. 400-ലേറെ ചെറുപാർട്സുകളാണ് അവർ ഐഫോണിന്റെ പവർ മാനേജ്മെന്റിനായി ഇന്റഗ്രേറ്റ് ചെയ്ത് നിർമ്മിക്കുന്നത്. റെനസാസ് ഇവ ചൈനയിലെ ഷെങ്ഷുവിലുള്ള ഫോക്സ്കോണിന്റെ ഫാക്ടറിയിലാണ് ആദ്യം എത്തിക്കുക. അതിനുശേഷം ലോജിക്കൽ ബോർഡിൽ ഇവ സംയോജിപ്പിച്ച് എയർ കാർഗോയിൽ ഇന്ത്യയിലെ പ്ലാന്റുകളിലേക്ക് അയക്കും. ജപ്പാനിലേക്ക് വീണ്ടും ഐഫോണിന്റെ ക്യാമറകൾ നിർമ്മിക്കുന്നത് സോണി കോർപ്പറേഷനാണ്. ഒയ്റ്റയിലെ ഒഹാരയിലുള്ള സോണി സെമി കണ്ടക്ടർ ഫാക്ടറിയിൽ നിന്നും ഐഫോൺ ക്യാമറകൾ ലോകമെമ്പാടുമുള്ള അസംബ്ലി പ്ലാന്റുകളിലേക്ക് പോകുന്നു. ഇന്ത്യയിലേക്കും എത്തുന്നു. ചൈന ഉപേക്ഷിച്ച് തായ്ലൻഡിലും സോണി ഇപ്പോൾ ആപ്പിൾ കമ്പോണന്റ്സ് പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മേജർ കമ്പോണന്റ് ആണ് ഡിസ്പ്ലേ. ആപ്പിൾ ഐഫോണിന് വേണ്ടി റെറ്റിന ഡിസ്പ്ലേ നിർമ്മിക്കുന്നത് സാംസങ് കോർപ്പറേഷനാണ്. ഇന്ത്യയിൽ നോയിഡയിൽ സാംസങ്ങിന് ഡിസ്പ്ലേ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇന്ത്യയുടെ ഐഫോൺ ആവശ്യങ്ങൾക്ക് പുറമെ ഇവിടെ നിന്നും വിയറ്റ്നാമിലെ അസംബ്ലി പ്ലാന്റിലേക്കും ഡിസ്പ്ലേ പോകുന്നു. അടുത്തത് ഐഫോൺ 15ന്റെ വിഖ്യാതമായ ടൈറ്റാനിയം കേസിംഗ്. തായ്വാനിലെ ഹോൺഹായ് ഗ്രൂപ്പ്, അമേരിക്കൻ മലേഷ്യൻ സംരംഭമായ ജെബീൽ എന്നീ ഗ്രൂപ്പുകൾ സംയുക്തമായി തായ്വാനിലെ ന്യൂ തായ്പേ സിറ്റിയിലെ ടുഷിൻ ഡിസ്ട്രിക്റ്റിലുള്ള പ്ലാന്റിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള സപ്ലൈ ആണ് ഇവർക്കുള്ളത്. 2027 പ്രതിവർഷം 5 കോടി ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ആപ്പിൾ ഇന്ത്യയിൽ ഒരു പ്ലാന്റ് ആരംഭിക്കാൻ ഇവരുടെ ആവശ്യപ്പെട്ടുവെന്ന് വാർത്തയുണ്ടായിരുന്നു. തായ്വാനിലെ ലാർഗൻ പ്രിസിഷൻ ആണ് ഐഫോൺ ക്യാമറകൾക്കുള്ള ലെൻസുകൾ നിർമ്മിക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ ക്വാൽകോമിന്റെ മോഡമാണ് തങ്ങളുടെ A17 Pro ചിപ്പ് പ്രവർത്തിപ്പിക്കാൻ ആപ്പിൾ ഉപയോഗിക്കുന്നത്. ചൈനയിലെ ഷാങ്ഹായിൽ വൈഗോക്കിയോ ഫ്രീ ട്രേഡ് സോണിലെ പ്ലാന്റിൽ നിർമ്മിക്കുന്ന സ്നാപ്ഡ്രാഗൺ X17 മോഡവും അതിന്റെ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്സീവറും ഷെൻഷുവിലെ ഫോക്സ്കോണിന്റെ ഫാക്ടറിയിൽ എത്തിച്ച് റേഡിയോ ഫ്രീക്വൻസി ബോർഡുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു. 3 ജർമ്മൻ കമ്പനികൾ തങ്ങളുടെ കമ്പോണന്റ്സ് ആപ്പിളിന് നൽകുന്നുണ്ട്. ഐഫോണിന്റെ ആക്സിലറോമീറ്ററും ഗൈറോസ്കോപ്പ് മോഷൻ സെൻസറുകളും നിർമ്മിക്കുന്നത് ബോഷ് ആണ്. ജർമ്മനിയിലെ ന്യൂബിബർഗിലുള്ള ഇൻഫിനിയൻ ടെക്നോളജീസ് ആണ് ഇന്ത്യയിലെ അസംബ്ലി പ്ലാന്റുകളിലേക്ക് ഐഫോൺ 3D ഫേഷ്യൽ റെക്കഗ്നിഷൻ സെൻസറുകൾ നിർമ്മിച്ചയക്കുന്നത്. സൗണ്ട് അസംബ്ലിയിലെ ലിഥിയം അയൺ മൈക്രോ ബാറ്ററികൾ നിർമ്മിക്കുന്നത് ജർമ്മനിയിൽ എൽവാങ്ങിനിലുള്ള വാർത്ത കമ്പനിയാണ്. നെതർലാൻഡ്സിലെ ഷിഫോളിലുള്ള ലൂമിലെറ്റ്സ് ഹോൾഡിംഗ്സ് ആണ് ഐഫോൺ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് നിർമ്മിച്ച അസംബ്ലിക്ക് അയക്കുന്നത്. കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾക്കുള്ള NFC ചിപ്പുകൾ നിർമ്മിക്കുന്നത് നെതർലാൻഡ്സിലെ തന്നെ NXP സെമി കണ്ടക്ടേഴ്സ് കമ്പനിയാണ്. ഓസ്ട്രിയൻ കമ്പനിയായ AT&Sന്റെ സർക്യൂട്ട് ബോർഡുകളാണ് ഐഫോണിൽ ഉപയോഗിക്കുന്നത്. ഇവയും ഷെൻഷുവിലെ പ്ലാന്റിൽ നേരിട്ടെത്തി അവിടെ അസംബിൾ ചെയ്ത് ഫുൾ ബോർഡ് രൂപത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഐഫോണിന്റെ ലോങ് ബാറ്ററി ലൈഫിന്റെ കാരണക്കാരൻ ബ്രിട്ടീഷ് കമ്പനിയായ ഡയലോഗ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇവരാണ് പവർ മാനേജ്മെന്റ് ചിപ്പുകൾ നിർമ്മിക്കുന്നത്. ഇറ്റാലിയൻ ഫ്രഞ്ച് സംയുക്ത സംരംഭമായ ST മൈക്രോ ഇലക്ട്രോണിക്സിന്റെ ഇൻഫ്രാറെഡ് ക്യാമറ ചിപ്പുകളും ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഐഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. 10-ലേറെ അമേരിക്കൻ കമ്പനികളുടെ കമ്പോണന്റുകളും ഐഫോണിൽ ഉപയോഗിക്കുന്നു. വയർലെസ് ചാർജിംഗ് ചിപ്പ് നിർമ്മിക്കുന്ന ബ്രോഡ്കോം, USB ഇന്റർഫേസ് സിസ്റ്റം നൽകുന്ന ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ്, റേഡിയോ റിസീവറുകൾ നിർമ്മിക്കുന്ന സ്കൈവർക്സ്, അഡ്വാൻസ്ഡ് പാക്കേജ് ടൂൾ നൽകുന്ന കോർവോ, കാഷി മെമ്മറി നിർമ്മാതാക്കളായ മൈക്രോൺ തുടങ്ങിയ കമ്പനികൾ. ലോകമൊട്ടാകെ നിന്നുള്ള ഒന്നാംകിട ഹാർഡ്വെയർ നിർമ്മാതാക്കളെ കനത്ത സ്ക്രീനിങ്ങും പല ഘട്ടങ്ങളിലായി ടെസ്റ്റുകളും പൂർത്തിയാക്കിയാണ് ആപ്പിൾ തങ്ങളുടെ സപ്ലൈ ചെയിനിൽ ഉൾപ്പെടുത്താറുള്ളത്. ഈ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുന്നതിനും ആപ്പിളിന് സ്വന്തമായ രീതികളുണ്ട്. 2 ലെയറുകളിലുള്ള സോഫ്റ്റ്വെയറുകൾ തങ്ങളുടെ സപ്ലൈ ചെയിൻ നിയന്ത്രിക്കാൻ ആപ്പിൾ ഉപയോഗിക്കുന്നു. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സിസ്റ്റവും. ഇന്ത്യയിലെ അസംബ്ലി പ്ലാന്റിൽ ഒരു കമ്പോണന്റ് തീരുന്നുവെന്ന് കണ്ടാലുടൻ അതിന്റെ പുതിയ ബാച്ച് പ്ലാന്റിൽ എത്തിയിരിക്കും. അസംബിൾ ചെയ്ത ഫോണുകൾ റീറ്റെയിലർമാർക്ക് എത്തിക്കാനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. ഇസ്രായേലിലെ ടെൽ-അവീവിന് സമീപം ഹെർസ്ലിയ ബിസിനസ് സോണിലുള്ള ആപ്പിളിന്റെ 2ാമത്തെ വലിയ ഡെവലപ്മെന്റ് സെന്ററിലാണ് ഈ സപ്ലൈ ചെയിൻ നിയന്ത്രിക്കപ്പെടുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റിൽ ആപ്പിൾ ലോകത്തിലെ 1ാം നമ്പർ ആയത് ഈ ടീമിന്റെ മിടുക്കാണ്. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് തായ്വാനിലെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖല സ്തംഭിച്ചപ്പോഴും ഐഫോൺ നിർമ്മാണം നിലയ്ക്കാതിരുന്നത് ഇവരുടെ മിടുക്കിന്റെ ഉദാഹരണം മാത്രം. ഈ വീഡിയോ വിവിധ ടെക് ഗ്രൂപ്പുകളിൽ നിന്നും വിവരശേഖരണം നടത്തി നിർമ്മിച്ചതാണ്. വസ്തുതാപരമായ എന്തെങ്കിലും പിശകുണ്ടെങ്കിലും അപ്ഡേറ്റുകളും വീഡിയോയ്ക്ക് കമന്റായി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി.